കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ UPS യൂണിറ്റിൽ തീ പിടിക്കാൻ കാരണം ബാറ്ററിയിലെ ഇന്റേണൽ ഷോർട്ടേജ് എന്ന് കണ്ടെത്തൽ. ബാറ്ററി ചൂടായി ബൾജ് ചെയ്തത് പൊട്ടിത്തെറിച്ച് തീ പിടിച്ചു. തീ പടർന്ന് മറ്റ് 34 ബാറ്ററികളും കത്തി പൊട്ടിത്തെറിച്ചു. അപകടത്തിൽ പ്രാഥമിക റിപ്പോർട്ട് സർക്കാരിന് കൈമാറി. ജീവനക്കാരുടെ മൊഴി ഇന്നെടുക്കും. രമ്യ ദാസ് നമുക്കൊപ്പം ചേരുകയാണ്. രമ്യ, എന്തൊക്കെയാണ് കണ്ടെത്തൽ? ബിനിൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിൽ പുകയുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതായത് CP യൂണിറ്റിൽ തീ പിടിക്കാൻ കാരണം ബാറ്ററിയിലെ ഇന്റേണൽ ഷോർട്ടേജ് ആണ് എന്നുള്ളതാണ്. ഈ ഒരു ബാറ്ററിയിലാണ് ഇത്തരത്തിലൊരു ഷോർട്ടേജ് ഉണ്ടാവുന്നത്. ഈ ബാറ്ററി തീപിടിക്കുകയും പൊട്ടിത്തെറിക്കുകയും ഉണ്ടായി. തുടർന്ന് സമീപമുണ്ടായിരുന്ന 34 ബാറ്ററികളിലേക്കും ഇത് തീ പടർന്നു. ഇങ്ങനെയാണ് ഇത്തരത്തിലൊരു പുക ഉണ്ടാവാൻ കാരണം. എന്നാൽ ഈ ബാറ്ററി റൂമിൽ നിന്ന് അപ്പുറത്തേക്ക് തീ പടർന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ അത്യാഹിതമാണ് ഇവിടെ ഒഴിവായത്. ഈ കെട്ടിടത്തിൽ ഈ തീ പടർന്നതുമായി ബന്ധപ്പെട്ട് ഈ കെട്ടിടത്തിൽ ഉൾപ്പെടെ മുഴുവനായിട്ട് പുക നിറഞ്ഞു. ഈ ലെഡ് ആസിഡ് ബാറ്ററികളാണ് ഇത്തരത്തിൽ പൊട്ടിത്തെറിച്ചത്. ഇതാണ് സർക്കാരിന് നൽകിയിട്ടുള്ള പ്രാഥമിക റിപ്പോർട്ട്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വിഭാഗമാണ് ഇത്തരത്തിൽ പ്രാഥമികമായ ഒരു റിപ്പോർട്ട് സർക്കാരിന് നൽകിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ബാക്കി വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നാളെയാണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അറിയാൻ കഴിയുക. റിപ്പോർട്ട് അതായത് പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ സർക്കാരിലേക്ക് ഇവർ സമർപ്പിച്ചിട്ടുള്ളത്. തുടർന്ന് ഇന്ന് ഇപ്പോൾ ഇവിടെ ഈ കാഷ്വാലിറ്റിയിൽ താൽക്കാലിക കാഷ്വാലിറ്റി പ്രവർത്തന സജ്ജമാകുന്നുണ്ട്. പഴയ കാഷ്വാലിറ്റിയിൽ തന്നെയാണ് ഇത്തരത്തിൽ രോഗികൾക്ക് സജ്ജീകരണം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് നടത്തിയിട്ടുള്ള പ്രാഥമിക പരിശോധനയുടെ റിപ്പോർട്ടാണല്ലോ പൊട്ടിത്തെറിച്ചത് ലെഡ് ആസിഡ് ബാക്ടീരിയകളാണ് എന്ന് പറയുന്നു. ഇനി ജീവനക്കാരുടെ മൊഴിയെടുക്കും എന്ന് പറയുകയാണ്. ഇതിപ്പോൾ ഒരു ഇന്റേണൽ ഷോർട്ടേജ് ഉണ്ടായി എന്ന് പറയുമ്പോൾ ബാറ്ററി ബൾജ് ചെയ്ത് നിൽക്കുകയായിരുന്നോ? അത് കൃത്യമായ പരിശോധന നടത്താതിരുന്ന പ്രശ്നങ്ങളുണ്ടോ? അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഹ്യൂമൻ എറേഴ്സ് ഇതിനകത്ത് ഉണ്ട് എന്ന് പ്രാഥമിക റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ടുണ്ടോ? അങ്ങനെയുണ്ടോ? ബിനിൽ, ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക റിപ്പോർട്ടിൽ ഇത്തരത്തിൽ സൂചനകളും നമുക്ക് ലഭ്യമല്ല. അതായത് ഈ ഒരു ബാറ്ററിക്കാണ് ഇത്തരത്തിൽ ഒരു ഷോർട്ടേജ് സംഭവിക്കുന്നത്. ഇത് ബൾജ് ചെയ്തു പൊട്ടിത്തെറിച്ചു. തുടർന്ന് മറ്റ് ബാറ്ററികളിലേക്ക് 34 ബാറ്ററികളിലേക്കും ഇത്തരത്തിൽ തീ പടർന്ന് ആണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് എന്ന പ്രാഥമിക റിപ്പോർട്ടിലാണ് നമുക്ക് വിവരം ലഭ്യമാകുന്നത്. ഇത് ഏകദേശം 1 വർഷം മുമ്പാണ് ഇത്തരത്തിൽ ഇവിടെ ഒരു CPU സ്ഥാപിക്കുന്നത്. ഇതിൽ 6 മാസം മുമ്പാണ് ഇതിലൊരു സർവീസ് നടന്നിട്ടുള്ളത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രവർത്തനങ്ങൾ ഇത് സർവീസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വ്യക്തമാകേണ്ടതുണ്ട്. ഇത് പ്രാഥമിക റിപ്പോർട്ടാണ് ഇപ്പോൾ സർക്കാർ സമർപ്പിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ നമുക്ക് ലഭ്യമാകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും രമ്യ ദാസാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ UPS യൂണിറ്റിൽ തീ പിടിക്കാൻ കാരണം ബാറ്ററിയിലെ ഇന്റേണൽ ഷോർട്ടേജ് എന്ന് കണ്ടെത്തൽ. പക്ഷേ ഈ ബാറ്ററി ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്ന ഏതെങ്കിലും ഘട്ടത്തിൽ ഇത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അതിൻ്റെ പരിപാലന ചുമതലയുള്ള ആളുകൾ കണ്ടെത്താതിരുന്നോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. അവിടെ ഒരു ഹ്യൂമൻ എറർ ഉണ്ടോ എന്നുള്ള കാര്യത്തിലും വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഇപ്പോൾ പ്രാഥമിക റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയിരിക്കുകയാണ്. ജീവനക്കാരുടെ മൊഴി കൂടി കൈമാറി വിശദമായ റിപ്പോർട്ട് കൂടി തയ്യാറാക്കുമ്പോൾ മാത്രമാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് പിടികിട്ടുകയുള്ളൂ.